നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്കറിയാം, വൃശ്ചികം, ധനു, മകരം ഈ 3 മാസങ്ങളും പ്രകൃതിയെ സംബന്ധിച്ചും നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചും വളരെയധികം പ്രത്യേകതകളുണ്ട്. പറയാൻ കാരണം പ്രകൃതി ഊഷ്മളമായി മഞ്ഞു പുതച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ. ഈ പ്രകൃതിയുടെ മടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരടക്കമുള്ള സർവ്വ ജീവജാലങ്ങൾക്കും പ്രകൃതി അതിൻ്റെ എനർജി തീർച്ചയായും പകർന്നു നൽകും. അതുകൊണ്ടാണ് ഈ ഒരു സീസണിൽ, അതായത് വൃശ്ചികം 1 മുതൽ മണ്ഡലകാലം ആരംഭിക്കുന്നതും അതോടൊപ്പം നമ്മൾ ദൈവിക പാതയിലേക്ക് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും കൊടുക്കണമെന്ന് അറിവുള്ളവർ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞത് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ ഒരു വർഷത്തെ, അതായത് 12 മാസങ്ങളിൽ വെച്ച് 2 മാസങ്ങളാണ് ഈശ്വരാനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ മാസങ്ങളായിട്ട് അറിവുള്ളവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 2 മാസങ്ങൾ യഥാക്രമം കർക്കിടക മാസവും വൃശ്ചിക മാസവുമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒട്ടുമുക്ക എല്ലാ കാര്യങ്ങളിലും അവയെ ഭക്തിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചെയ്യാനായാൽ അത് നമുക്ക് വളരെയധികം പുണ്യമായി നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും. അതായത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത വ്യവഹാരങ്ങളിൽ ഏതുതരം പ്രവർത്തികൾ ഏർപ്പെട്ടാലും ശരി, അതെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണ തോതിൽ സംതൃപ്തിയോടുകൂടി ആ പ്രവർത്തികൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലവും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ കാരണത്തിലാണ് ഈ മാസങ്ങളെ പുണ്യമാസങ്ങൾ എന്ന് അറിയപ്പെടാനുള്ള കാരണം. ഇനി നമുക്ക് ഈ പറഞ്ഞ വൃശ്ചിക മാസത്തിൽ ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദൈവാനുഗ്രഹം മൂലം ഉദ്ദിഷ്ട കാര്യം നടന്നു കിട്ടുന്ന 12 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പറയാനുള്ളത്. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ ഈ വൃശ്ചിക മാസം തുടക്കം മുതൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ നിത്യവും നിങ്ങൾ സന്ദർശനം നടത്താൻ ആയാൽ, അത് ഈ വൃശ്ചിക മാസം തീരുന്നത് വരെ എങ്കിലും നിത്യവും ക്ഷേത്ര ദർശനം നടത്താനായാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ദൈവാനുഗ്രഹം അത് ഒരു വേറെ ലെവലാണ്. ഇത് ഈ പറഞ്ഞത് ശാസ്താക്ഷേത്രമാണെങ്കിൽ കൂടുതൽ ഉത്തമം. വൃശ്ചിക മാസത്തെ നക്ഷത്രഫലങ്ങളിലേക്ക് കടന്നു പോകാം. ഇതിൽ പറയുന്ന 12 നക്ഷത്രക്കാർക്കും വളരെയധികം മെച്ചപ്പെട്ട നിലയിലാണ്. ആ 12 നക്ഷത്രക്കാർ യഥാക്രമം അശ്വതി, മകം, മൂലം, കാർത്തിക, ഉത്രം, ഉത്രാടം, ചതയം, ചോതി, തിരുവാതിര, പൂയം, അനിഴം, ഉത്രട്ടാതി. ഈ 12 നക്ഷത്രക്കാർക്കാണ് ഈ വൃശ്ചിക മാസം അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾക്ക് ബാങ്കിംഗ് മേഖല, ട്രഷറി, ചിട്ടി ഇടപാടുകൾ, അതുപോലെ തന്നെ പൂർവിക സ്വത്ത്, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മേഖലയിലോ അല്ലെങ്കിൽ 2 അതിലധികം മേഖലകളിലോ നിങ്ങൾക്ക് ഈ വൃശ്ചിക മാസം ഉണർന്നു കിട്ടും. അതായത് ഈ വൃശ്ചിക മാസം പോകുന്നതിനു മുമ്പ് ഇതിൻ്റെ ഉന്നതി നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇതിൽ വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള യോഗം അവർക്ക് ഉണ്ടായിത്തീരും. പ്രത്യേകിച്ച് ഇതിൽ മുതിർന്ന വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതുതായി ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. സ്റ്റൈഫൻഡോട് കൂടിയിട്ടുള്ള ഒരു ജോലി ലഭിക്കുമ്പോൾ തന്നെ അതോടൊപ്പം അവരുടെ വിദ്യാഭ്യാസവും ഒന്നിച്ചു കൊണ്ടുപോകാനും അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മുതിർന്നവരുടെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ചില സുപ്രധാനമായ എഗ്രിമെൻറ്റുകൾ, അതായത് നിങ്ങൾക്കിപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട എഗ്രിമെൻ്റ് ആകാം, അല്ലെങ്കിൽ വസ്തുവുമായിട്ടുള്ള അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള എഗ്രിമെൻറ്റുകൾ ആകാവുന്നതാണ്. അങ്ങനെയുള്ള ചില എഗ്രിമെൻറ്റുകൾ എല്ലാം സൈൻ ചെയ്യേണ്ട അവസരങ്ങൾ ലഭിക്കും. അതായത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു പക്ഷേ നിങ്ങൾ പണയം വെച്ച ഉരുപ്പടികൾ ഈ സമയം തിരിച്ചെടുക്കാനാകുകയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നിലവിൽ കയ്യിലിരിക്കുന്ന ആഭരണങ്ങൾ താൽക്കാലികമായി പണയത്തിന് വെക്കുന്നതും ആയിരിക്കാം.
ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് എന്നുള്ളത് നിങ്ങളുടെ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണോ അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ പറഞ്ഞ എഗ്രിമെൻറ്റുകൾ നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെടുത്തി ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര വർഷങ്ങൾ നീണ്ട ഒരു കാലയളവിലേക്ക് ഈ സ്ഥാപനത്തിൻ്റെ ജോലി ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള എഗ്രിമെൻറ്റുകൾ എഴുതി സമർപ്പിക്കേണ്ടത് അവസരങ്ങളും നിങ്ങളിൽ പലർക്കും ലഭിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നിങ്ങളിൽ ജോലിക്ക് കാത്തിരിക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ് ഈ വൃശ്ചിക മാസം കൈവന്നു ചേരുന്നത്. അതുപോലെ തന്നെ നിലവിലുള്ള ജോലിയിൽ പ്രമോഷനോ ഇനി അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ജോലി മാറ്റമോ പ്രമോഷനോട് കൂടിയുള്ള മാറ്റമോ ലഭിക്കാനും സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഈ പറഞ്ഞത് നിങ്ങളുടെ വളരെ നാളുകളായിട്ടുള്ള കാത്തിരിപ്പും അതുപോലെ തന്നെ പരിശ്രമങ്ങൾക്കും ഒടുവിൽ ലഭിക്കുന്നതും ആയിരിക്കും. അങ്ങനെ ഇതിനെ കണ്ടാലും അതിൽ തെറ്റില്ല. അതുമാത്രവുമല്ല, നിലവിൽ കടബാധ്യതയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ വൃശ്ചിക മാസം നിങ്ങൾക്ക് അത് മുഴുവനായും അടച്ചു തീർക്കാനോ അല്ലെങ്കിൽ താൽക്കാലിക ഒരു ആശ്വാസം എന്നോണം മറ്റെവിടുന്നെങ്കിലും നല്ലൊരു തുക കയ്യിൽ വന്നു കിട്ടാനും യോഗം കാണുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ ബാങ്കുമായി ബന്ധപ്പെട്ട മേഖലയാകാം, അല്ലെങ്കിൽ മുടങ്ങിക്കിടപ്പുള്ള പെൻഷൻ തുക അത് ഒന്നിച്ചു കയ്യിൽ വന്നു കിട്ടാനുള്ള അവസരങ്ങളും ലഭിക്കുന്നതുമാകാം. ഇനിയിപ്പോൾ ഈ പറഞ്ഞത് ഒന്നുമല്ലെങ്കിൽ വർഷങ്ങളായി മറ്റൊരാളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്നോ കിട്ടാതെ കിടന്ന നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു ധനം അത് പലിശ അടക്കം നിങ്ങളുടെ കയ്യിൽ വന്ന് കിട്ടാനും നിങ്ങൾക്ക് യോഗമുണ്ടായി തീരാനും കാരണമുണ്ട്. ഈ പറഞ്ഞ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ രാശിഫലത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏത് എന്നുള്ളതിൽ നിങ്ങളുടെ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവിടെ സംഭവിച്ചിരിക്കും. അതുകൊണ്ട് ഇന്ന് ഈ കാര്യം ഇന്ന സമയത്ത് സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒന്ന് അവിടെ സംഭവിച്ചിരിക്കും. അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള ഭാഗ്യങ്ങൾ അപ്രതീക്ഷിതമായി അനുഭവത്തിലേക്ക് വന്നു ചേരാനും ഈ സമയത്ത് നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവിചാരിതമായ ഒരു സമ്പത്ത് നിങ്ങളെ ആരെങ്കിലും ഏൽപ്പിക്കുന്നതായിരിക്കും. അത് കുറച്ച് മാസങ്ങൾ മാത്രം നിങ്ങളുടെ കൈവശം വെക്കാൻ പറഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും അതിൽ നിന്നുള്ള അനുഭവം നിങ്ങൾക്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് ആ പ്രോപ്പർട്ടികൾ ആ വ്യക്തി നിങ്ങളോട് തിരികെ തരാനായിട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ ഉടമ നിങ്ങളായി മാറാനും നിങ്ങൾക്ക് വ്യക്തമായി യോഗം കാണുന്നുണ്ട്. ഈ പറഞ്ഞ വൃശ്ചിക മാസത്തിലും അതിനോട് ചേർന്ന് വരുന്ന, അതായത് അത് കഴിഞ്ഞു വരുന്ന ധനുമാസത്തിൻ്റെ ആദ്യ പകുതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ സജ്ജമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വളരെയധികം ദൈവാധീനവും നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ 12 നക്ഷത്രക്കാർക്കു വേണ്ടി നിങ്ങളുടെ ഈ വൃശ്ചിക മാസത്തെ രാശിഫലമായിട്ട് നമുക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ദോഷം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ദോഷപരിഹാരത്തിനായി ഈ മാസം ശാസ്താവിന് എള്ളുതിരി കത്തിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ശിവസഹസ്രനാമം സ്തോത്രങ്ങൾ ജപിക്കുന്നതും ഈ വൃശ്ചിക മാസം വളരെ ഗുണം ചെയ്യും. അതിനോടൊപ്പം ഗുരു ഗായത്രി ജപിക്കുന്നതും വളരെയധികം ശ്രേഷ്ഠമായിരിക്കും. വൃശ്ചിക മാസം നല്ല ഭക്തിയോടും കഴിയുമെങ്കിൽ വ്രതമെടുക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ വ്രതത്തോടു കൂടിയും ഈ മാസം തീരുന്നത് വരെ ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ വളരെയധികം നിങ്ങൾക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടായിത്തീരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.